ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. ഇത് ചോറിൻ്റെ കൂടെ ആയിരുന്നാലും അല്ലെങ്കിൽ ചപ്പാത്തി, അപ്പം, ദോശ ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇത് തയ്യാറാക്കി എടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം വയ്ക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് ഉപ്പ് തോന്നുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് അകത്തോട്ടൊക്കെ പിടിക്കണം, എന്നാലേ കറി വെച്ച് കഴിയുമ്പോൾ ആ ഉപ്പൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി തോലൊക്കെ കളഞ്ഞിട്ട് ഏകദേശം ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഉരുളക്കിഴങ്ങ് പകുതി വെന്ത് വന്നാൽ മതി, കൂടുതൽ വേവായി പോവരുത്. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പകുതി വേവായിട്ടുണ്ട്. നമുക്ക് ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈയും ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ എണ്ണ വേസ്റ്റ് ആയി പോവും. അതിന് പകരം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. തീ മീഡിയത്തിലോട്ട് ഇടുക. ഒരു സൈഡ് ബ്രൗൺ നിറം ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ സൈഡും ബ്രൗൺ നിറം ആക്കി എടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. പാനിൽ തന്നെ ഞാൻ ബാക്കി ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ പാനിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ പാനിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 1 തണ്ട് കറിവേപ്പില, 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള വഴണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. കൂടുതൽ ഉപ്പായിപ്പോയാലും നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എല്ലാം കൂടി കൂടിപ്പോവും. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം സവാള ഒന്ന് നിറം മാറി വരുന്ന വരെ വേവിച്ചെടുക്കാം. സവാള വെന്ത് വരട്ടെ. ഞാൻ വേറൊരു പാത്രത്തിൽ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അപ്പോൾ സവാള നിറം മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. തീ സിമ്മിലോട്ട് വയ്ക്കുക. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് അധികം വെന്ത് വരാനൊന്നുമില്ല. നമ്മൾ വേവിച്ചു, പിന്നെ വറുത്തൊക്കെ എടുത്തപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റിയാണ്. ചോറിനോടൊപ്പം ആയിരുന്നാലും ചപ്പാത്തി, അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.